ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, ചുമ നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കും. പിന്നെ അത് നോക്കാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഏതെങ്കിലും സിസ്റ്റം ഇൻട്രസ്റ്റ് കാണുമല്ലോ എല്ലാവർക്കും, അപ്പോൾ ആ സിസ്റ്റം എടുത്ത് നോക്കിയാൽ മതി. നമുക്കിപ്പോൾ ഒരു സിസ്റ്റമാണ് ഇഷ്ടം, യോഗമാണ് ഇഷ്ടം, അപ്പോൾ യോഗത്തിൽ കൂടെ നോക്കിയാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമാണ് വെറും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തിയായിരിക്കും, ചിലർക്ക് വേറെ രാജയോഗമായിരിക്കും, ശിവരാജയോഗമായിരിക്കും, കർമ്മയോഗമായിരിക്കും, തന്ത്രയോഗമായിരിക്കും. എന്തെങ്കിലും അവരുടെ ഇഷ്ടമുള്ള എടുത്തിട്ട് ഇങ്ങനെ നോക്കേണ്ടി വരും അവസാനം. ഇത് വളരെ പരമപ്രധാനമായിട്ട് ഇതാണ് കീ എന്ന് പറയുന്നത്. ഈ കീക്ക് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഈ കീയിൽ വരേണ്ടി വരും, ഇതിട്ട് ഓപ്പൺ ചെയ്ത് കയറേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹലൂസിനേറ്റ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ഐഡിയാസൊക്കെ വെച്ച് ആ ഐഡിയയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. ഏത് ഐഡിയയും നമ്മുടെ ഈ പെർസെപ്ഷനെ ബ്ലർ ചെയ്യും. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇത് സംഭവം കുഴപ്പമാണ്, ഇത് കുഴപ്പം. ഞാൻ വായി നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തോന്നിക്ക്. ഈ സ്പിരിച്വാലിറ്റിയുടെ എസൻസാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് 100% ഉറപ്പാണ്, യാതൊരു സംശയമില്ല അതിനകത്ത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടെ പറയുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ആയിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല. ഇങ്ങനെ കാണാം, ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ ഈ നേർക്കാഴ്ച എന്ന് പറയും, പ്യുവർ പെർസെപ്ഷൻ എന്ന്. ആ പ്യുവർ പെർസെപ്ഷനിൽ നിന്നാണ് ക്ലീൻ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. ആ ക്ലീനായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായത് കൊണ്ട് അതിനെ പിന്നെ ഒരു കോൺസെപ്റ്റ് ആക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഒരു കാര്യത്തിന് ഇതാണ് അതിൻ്റെ സംഭവം. നോക്കിക്കോളൂ, എനിക്കിങ്ങനെയാണെന്ന് ഞാൻ കാണുകയാണ്. ഒരു കാര്യം ഞാൻ ചെയ്തപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒരുത്തനെ തുറച്ചു നോക്കിയപ്പോൾ അവൻ വന്ന് എന്നെ ഒരു അടി അടിച്ചു, ഇവിടെ അടി കെട്ടി. അപ്പോൾ അതുകൊണ്ട് ആരെയും തുറച്ചു നോക്കരുതെന്ന് ഞാൻ അടുത്ത തലമുറയുടെ അടുത്ത് പറയാം. നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആരെയും തുറച്ചു നോക്കരുത്, അടി കിട്ടും എന്ന് പറയാം. എന്താ സംഭവിച്ചാൽ ഞാൻ തുറച്ചു നോക്കിയപ്പം അവന് പിടിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അടി കിട്ടി. അതുകൊണ്ട് അതൊരു ജനറൽ പ്രിൻസിപ്പിളാക്കി അതിനെ ജനറലൈസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, തുറച്ചു നോക്കിയാൽ അടി കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടാകും. നമ്മൾ ഒരുത്തന്നെ തുറച്ചു നോക്കിയാൽ അവൻ അടിക്കാൻ ശേഷിയില്ലാത്തവനെ അടി കിട്ടാതെ നമ്മൾ തുറച്ചു നോക്കിയിട്ടെങ്കിൽ പോരും. നമ്മളെ കോൺസെപ്റ്റ് വർക്കായില്ല. അതുകൊണ്ടാണ് കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ 50% പ്രോബബിലിറ്റി ബേസ്ഡാണ്. നടക്കാതിരിക്കും. അതിനെ പിടിച്ചു വെച്ചിട്ടാണ് ഈ ലോകം തമ്മിൽ വെട്ടി കൊല്ലുന്നത്. ഇത് ചെയ്യുന്ന കുഴപ്പമാണ്. ഇങ്ങനെയാണെന്ന് 100% ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരുത്തൻ പറഞ്ഞാൽ അതല്ല ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ അവനെ പിടിച്ച് തള്ളാൻ തോന്നി. അവൻ ഭരണം തരും, നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കും, തമ്മിൽ രണ്ടുപേരും കൂടെ വെട്ടി അങ്ങ് തീരും. അതാണ് ഈ കോൺസെപ്റ്റ് ചെയ്യുന്ന കാര്യം. ഇത് ബിലീഫ് ബേസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, സയൻറ്റിഫിക് കോൺസെപ്റ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്ത് കുറച്ച് അത് നിൽക്കില്ല, സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്ലീൻ പെർസെപ്ഷൻ നമുക്ക് ആവശ്യമായി വരുന്നത്. അതിനെയാണ് നമ്മൾ ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലീൻ ചെയ്ത് പ്യുവർ പെർസെപ്ഷനായി വരുമ്പം നോക്കുന്നത് അതേപടി കാണുകയും മനസ്സിൽ അത് മാത്രമായി നിറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അതായി മാറുന്നത് കൊണ്ട് ആ സമയത്ത് മറ്റൊരു കാര്യം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് മറ്റു കാര്യങ്ങളിൽ നിന്നുള്ള വിടുതൽ അതിനകത്ത് സ്വാഭാവികമായി സംഭവിക്കുകയും ആ വിടുതലിൽ നിന്ന് ഇപ്പം ലിബറേഷനാണ്, മറ്റു കാര്യങ്ങളിൽ നിന്ന് ലിബറേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സൗഖ്യമുണ്ടാവുകയും അത് പ്രിസർവ് ചെയ്ത് അങ്ങനെ നിൽക്കുകയും ചെയ്യുമ്പോൾ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും ഓടാനും ഒന്നും പറ്റാത്തത് കൊണ്ട് ആ സമയം അങ്ങ് ഡ്രോപ്പാവുകയും ആ ടൈംലെസ് സ്ഥലത്തേക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പം മൈൻഡിന് വർക്ക് ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് മൈൻഡ് ഡീഫങ്ക്റ്റ് ആവും. അപ്പം വാസന, ബലക്ഷയം, മോക്ഷം എന്ന് പറഞ്ഞതും യോഗസ്ഥിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞതും നടക്കും. ഇരണ്ടതാണ്. ഇങ്ങനെ അത് പോകണം. എന്താണ് ഇങ്ങനെയാണ്. ഞാൻ 100% ഞാൻ മറ്റേ പറയുമല്ലോ അദ്ദേഹം, ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, ഇതാണ് നിൻ്റെ കാര്യം. സമാധാനമൊന്നും പറയാനുണ്ടാകത്തില്ല.
ഏത് വഴി പോയാലും നമ്മൾ ഈ ഒരു സ്ഥലത്തെ അത് കാണും, സത്യം കാണും, നമ്മൾ തിരിച്ചറിയും. അതാണ് പ്രധാനം. അപ്പോൾ ഇനി ഞാൻ നിർത്താം.